ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. നമ്മൾ കേരള PSC പരീക്ഷകൾക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന്. അതായത് ഈ തിരുവിതാംകൂർ ചരിത്രം നമ്മൾ ഏറ്റുപറയുന്നതും അതിനെ ഏറ്റവും അധികം കീർത്തിപ്പെടുത്തുന്നതും ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം മുതലാണ് തിരുവിതാംകൂറിനെ ഇത്രയും അധികം യശസ്വിയും അതുപോലെ അതിന്റെ വിസ്തൃതിയും വർദ്ധിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിനു പിന്നിൽ അതിമനോഹരമായ ഒരു കഥയുണ്ട്. അതായത് ഈ തിരുവിതാംകൂർ രാജ്യം, അതായത് പണ്ട് വേണാട് രാജവംശത്തിലെ ഇളമുറ രാജാക്കന്മാരെ ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്തേക്ക് കൊട്ടാരം പണി കഴിപ്പിച്ച് അങ്ങോട്ടേക്ക് മാറ്റി. ഇങ്ങനെ വന്ന ഈ ഇളമുറ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നതായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപങ്ങൾ. ഈ തൃപ്പാപ്പൂർ സ്വരൂപങ്ങളാണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ എന്ന് പറയുന്ന വളരെ ബൃഹത്തായ വലിയ രാജ്യമായി വളരുകയുണ്ടായി. ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതായത് ഈ തിരുവിതാംകൂറും ഈ തൃപ്പാപ്പൂർ രാജ്യവും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഈ തിരുവിതാംകൂർ രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ രാജഭരണമൊന്നും വലിയ രീതിയിൽ മാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സമൂഹത്തിലെ ബ്രാഹ്മണ വിഭാഗത്തിനും പ്രഭുവർഗത്തിനുമായിരുന്നു രാജ്യത്തിന്റെ പരമാധികാരം എന്ന് തന്നെ പറയാം. കാരണം രാജാവിനെ പ്രജകൾ പോലും മാനിച്ചിരുന്നില്ല. എല്ലാവരും ബഹുമാനിച്ചിരുന്നതും ആദരിച്ചിരുന്നതും ഒക്കെ തന്നെ ഈ പ്രഭുവർഗത്തെയായിരുന്നു. അതുപോലെ തന്നെ ഈ രാജഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണല്ലോ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രവും അതിന്റെ ഭരണസമിതിയും രാജ്യവും എല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് AD 1050 കാലഘട്ടത്തിൽ നമ്മുടെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു, ഒരു കൗൺസിലിനെ ഏൽപ്പിക്കാനായി തീരുമാനിക്കുന്നു. അതിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരികളോടൊപ്പം 8 ബ്രാഹ്മണ പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. ഈ 8 ബ്രാഹ്മണ പുരോഹിതരും അതേപോലെ തന്നെ രാജാവും ചേർന്ന ഈ കൗൺസിലിനെയാണ് തിരുവിതാംകൂറിൽ എട്ടര യോഗം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ, അതായത് ഈ ക്ഷേത്ര യോഗക്കാര് എന്ന് പറയുന്ന ആൾക്കാര് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ അധികാര മേഖലകളെ 8ആയി തരംതിരിച്ചു. ഈ 8 മേഖലകൾക്കും ഓരോ അധികാരികളെയും അവര് നിയമിക്കുന്നു. ഇങ്ങനെ ഈ 8 മേഖലകൾ ഭരിച്ചിരുന്ന ഈ 8 അധികാരികളാണ് പിന്നീട് തിരുവിതാംകൂർ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാർ എന്ന വിഭാഗമായി വളരുന്നത്. അങ്ങനെ രാജാവിനോടുള്ള പ്രജകളുടെ ബഹുമാനക്കുറവും പ്രഭുവർഗത്തോടുള്ള പ്രജകളുടെ അമിതമായ സ്നേഹവും കൊണ്ട് തന്നെ ഈ 8 വീട്ടിൽ പിള്ളമാരുടെ യശസ് തിരുവിതാംകൂറിൽ വളരെയധികം വർദ്ധിച്ചു. അതായത് രാജ്യ അതിർത്തിക്കുള്ളിൽ പ്രജകളുടെയും രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലും വലിയ സ്വാധീനമായി ഈ 8 വീട്ടിൽ പിള്ളമാർ വളർന്നു വന്നു. 1706 നമ്മളുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിക്കുന്നു. അദ്ദേഹം ജനിക്കുമ്പോഴും രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പ്രഭുവർഗത്തിന് തന്നെയായിരുന്നു കൂടുതൽ പ്രാധാന്യവും യശസ്സും ഉണ്ടായിരുന്നത്. രാജാവിനെ എങ്ങും തന്നെ മാനിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ എന്തായാലും ഈ കുട്ടി വളരുമ്പോൾ, അതായത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഈ പ്രഭുവർഗന്മാരോട് അല്ലെങ്കിൽ ഈ മാടമ്പിമാരോട് വളരെയധികം ദേഷ്യവും വെറുപ്പുമുണ്ട്. കാര്യം രാജഭരണത്തെയോ രാജാവിനെയോ മാനിക്കപ്പെടാത്തൊരു സാഹചര്യത്തെ കൃത്യമായി വിലയിരുത്തുന്നതിന് നല്ല പക്വതയുള്ള ഒരു ബാല്യമായിരുന്നു നമ്മളുടെ മാർത്താണ്ഡവർമ്മയുടെ. അങ്ങനെ മാർത്താണ്ഡവർമ്മ വളരുന്നു. അദ്ദേഹത്തിന്റെ കൗമാരപ്രായമൊക്കെ കഴിയുമ്പോൾ തൻ്റെ മാതുലനായിരുന്ന രാജാവിനോട് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്, അതായത് രാജ്യത്ത് വളർന്നു വരുന്ന മാടമ്പിത്വത്തെ എത്രയും വേഗം നമ്മൾ കടിഞ്ഞാണിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യം തന്നെ ചിലപ്പോൾ പ്രഭുവർഗത്തിന്റെ കയ്യിലേക്ക് മാറ്റിപ്പെട്ടു പോകുന്നു. അങ്ങനെ ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ ഭരണാധികാരി പെട്ടെന്ന് തീപ്പെട്ടു പോകുമ്പോൾ, അതായത് മരണപ്പെട്ടു പോകുമ്പോൾ 1729 നമ്മുടെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ സിംഹാസനത്തിൽ കയറുകയായിരുന്നു. സ്വാഭാവികമായും 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുമ്പോഴും രാജ്യത്തിന്റെ സ്ഥിതിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും മാടമ്പിമാർക്കും പിള്ളമാർക്കും തന്നെ ആയിരുന്നു രാജ്യത്തിന്റെ പരമാധികാരം ഉണ്ടായിരുന്നത്. അങ്ങനെ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ആദ്യം എടുക്കുന്ന നടപടി എന്ന് പറയുന്നതും ഈ മാടമ്പിമാരെയും പിള്ളമാർക്കും കൃത്യമായ കടിഞ്ഞാണിടാനുള്ള നടപടിയാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മയിൽ ഭയമുണ്ടായിരുന്ന ഈ മാടമ്പി വിഭാഗക്കാരെ ഒരു പണി ഒപ്പിച്ചു. അതായത് നാട് നീങ്ങിപ്പോയ രാജാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് പത്മനാഭൻ തമ്പി, രാമൻ തമ്പി എന്നിങ്ങനെയാണ്.
ഈ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയുമായിട്ട് ഈ 8 വീട്ടിൽ പിള്ളമാർ അല്ലെങ്കിൽ ഈ മാടമ്പിമാർ അല്ലെങ്കിൽ ഈ പിള്ളമാർ ചില രഹസ്യ ധാരണയിലെത്തുന്നു. അതായത് തീപ്പെട്ടുപോയ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ അല്ലെങ്കിൽ നാട് നീങ്ങിപ്പോയ രാജാവ് മരിക്കുമ്പോൾ ഈ പറയുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയേക്കാൾ നിങ്ങൾ തന്നെയാണ് രാജ്യത്തിന്റെ അധികാരിയായി വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്മനാഭൻ തമ്പിയെയും രാമൻ തമ്പിയെയും ഈ പിള്ളവർഗം പ്രോത്സാഹിപ്പിച്ച് മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ സിംഹാസനത്തിന് വേണ്ടിയിട്ട് നാട് നീങ്ങിപ്പോയ രാജാവിന്റെ മക്കളായ രാമൻ തമ്പിയും പത്മനാഭൻ തമ്പിയും വലിയ മത്സരവും അവകാശവാദവും ഉന്നയിച്ചു. ഈ പറയുന്ന 2 മക്കൾക്ക് വേണ്ടിയിട്ട് പിള്ളമാരും മധുര നായ്ക്കറും യോഗക്കാരും ക്ഷേത്ര യോഗക്കാരും ആരോടൊപ്പം നിൽക്കുകയാണ്? രാമൻ തമ്പിയോടും പത്മനാഭൻ തമ്പിയുടെയും പക്ഷം നിന്ന് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ഒരു അഭ്യൂഹം വളർത്തുകയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയ നമ്മളുടെ മാർത്താണ്ഡവർമ്മ എത്രയും വേഗം രാജ്യത്ത് നിൽക്കുന്ന ഇത്തരം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചില നടപടികൾ കൈക്കൊള്ളും. അതിനാദ്യമായി ചെയ്തത് രാമൻ തമ്പിയെയും പത്മനാഭൻ തമ്പിയെയും എത്രയും വേഗം ഒതുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഈ പറയുന്ന രാമൻ തമ്പിയെയും പത്മനാഭൻ തമ്പിയെയും തൻ്റെ കിങ്കരന്മാരെ അയച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കൃത്യമായ താക്കീത് കൊടുത്തിട്ടും ഇവർ 2 പേരും അനുസരിക്കുന്നില്ല എന്ന് കണ്ട മാർത്താണ്ഡവർമ്മ അധികം താമസിക്കാതെ തന്നെ ഈ 2 വ്യക്തികളെയും കൊല ചെയ്യുന്നു. ഇത് കൃത്യമായ ഒരു താക്കീതായിട്ട് നമ്മുടെ പിള്ളമാർക്കും അതേപോലെ തന്നെ ഈ തമ്പിമാരെ, അതായത് ഈ പറയുന്ന 2 പുത്രന്മാരെ പിന്തുണച്ചിരുന്നവർക്ക് ഒരു കൃത്യമായ താക്കീത് തന്നെ ആയിരുന്നു ഈ 2 വ്യക്തികളെ വധിച്ച സംഭവം. അങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ എത്രയും വേഗം ഒരു നീക്കം നടത്തണമെന്ന് പിള്ളമാർ തീരുമാനിക്കുകയും ഇതിനു വേണ്ടിയിട്ട് അന്ന് മധുര ഭരിച്ചിരുന്ന മധുര നായ്ക്കന്മാരെ ഈ പിള്ളമാർ സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനെ മധുര നായ്ക്കരുടെ സൈന്യാധിപനായിരുന്ന അഴകപ്പ മുതലിയാറെ മധുര നായ്ക്കർ മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കാനായി രാജ്യ അതിർത്തിക്കുള്ളിലേക്ക് പറഞ്ഞുവിട്ടു. അഴകപ്പ മുതലിയാരും സംഘവും തിരുവിതാംകൂർ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന വാർത്ത മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ കൃത്യസമയത്ത് കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചു. തന്റെ സൈന്യവുമായി എത്തിയ മാർത്താണ്ഡവർമ്മ അഴകപ്പ മുതലിയാരെ സന്ദർശിക്കുന്നു. അഴകപ്പ മുതലിയാരോട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. അധികം താമസിക്കാതെ രാജ്യത്തിനകത്തു ഈ വളർന്നു വരുന്ന പിള്ളമാരുടെയും മാടമ്പിമാരുടെയും സ്വാധീനം ഞാൻ ഇല്ലാതെയാക്കും. ഇനിയും നിങ്ങൾ മുന്നിലേക്ക് പോകുന്നത് ഈ പറയുന്ന എന്നെ പരാജയപ്പെടുത്തി രാജ്യം കീഴ്പ്പെടുത്താനാണെങ്കിൽ ആ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. അതുകൊണ്ട് അഴകപ്പ മുതലിയാർക്ക് ഇപ്പോൾ രാജ്യം വിട്ടുപോയാൽ നിങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഴകപ്പ മുതലിയാർക്ക് ഒരു നിശ്ചിത തുക കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് മാർത്താണ്ഡവർമ്മ അഴകപ്പ മുതലിയാരെ വന്ന വഴിക്ക് പറഞ്ഞു വിട്ടു. ശേഷം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പിള്ളമാരാണെന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ നമ്മുടെ പിള്ളമാരെയും മാടമ്പിമാരുടെയും പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാൺ ഇടുന്നതിന് വേണ്ടിയിട്ട് ഇവരെ രാജാവിൻ്റെ പേരിൽ അകത്ത് അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റം ആരോപിച്ച് ഒരു രാജ്യദ്രോഹ കുറ്റം ചമച്ചുകൊണ്ട് ഈ പിള്ളമാരെ നമ്മളുടെ മാർത്താണ്ഡവർമ്മ അറസ്റ്റ് ചെയ്തു. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പിടിച്ചുകൊണ്ടുവന്ന പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്കാ മണ്ഡപത്തിൽ വെച്ച് തൂക്കിലേറ്റി. ശേഷം രാജ്യത്ത് അവശേഷിച്ചിരുന്ന പിള്ളമാരുടെ കുടുംബാംഗങ്ങൾ, അതിൽ അവരുടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, ഇങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു. അവരെയെല്ലാം തിരുവിതാംകൂറിന്റെ അടിമയായി സ്വീകരിക്കുകയും പിൽക്കാലത്ത് മുക്കുവ സമുദായത്തിന് വിറ്റുകളയുകയും ചെയ്തു. അങ്ങനെ കാലാകാലങ്ങളായി ജനങ്ങൾ അല്ലെങ്കിൽ പ്രജകൾ മാനിക്കാതിരുന്ന രാജഭരണം പിള്ളമാരെ അമർച്ച ചെയ്തതോടുകൂടി മാർത്താണ്ഡവർമ്മ തിരികെ പിടിക്കുകയായിരുന്നു. ഈ തിരികെ പിടിപ്പും അതുപോലെ തന്നെ പ്രജകളിലേക്ക് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന യുവാവായ രാജാവിനോടുള്ളൊരു പ്രീതിയും വീണ്ടും തിരുവിതാംകൂർ ഭരണകൂടത്തിനകത്ത് രാജപ്രീതി വർദ്ധിക്കുന്നതിന് കാരണമായി. അതായത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന മനുഷ്യൻ കൃത്യമായ ഇടപെടലിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഭരണാധികാരി കൃത്യമായ ഇടപെടലിലൂടെ രാജ്യത്തെ രാജഭരണത്തിന്റെ രാജകീയതയെ വീണ്ടും തിരികെ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വീണ്ടും ഒരു യശസ്സും രാജ്യത്ത് വളർന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രാജഭരണം വളർന്നു വരാൻ സാധിക്കുന്ന രീതിയിലേക്ക് തിരുവിതാംകൂറിനെ മാറ്റിയത് ഈ പറയുന്ന നമ്മളുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അങ്ങനെ പിള്ളമാരെ അമർച്ച ചെയ്യുകയും രാജഭരണം വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം
നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ രണ്ടാം ശ്രമം ആരംഭിക്കുന്നത് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നായിരുന്നു. അതായത് പണ്ട് തൃപ്പാപ്പൂർ സ്വരൂപങ്ങൾക്ക് കീഴിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറേയധികം നാട്ടുരാജ്യങ്ങളുണ്ട്. ദേശിംഗനാട്, അതേപോലെ തന്നെ നെടുമങ്ങാട്, ഇങ്ങനെയുള്ള കുറേയധികം നാട്ടുരാജ്യങ്ങൾ ഇതിന് കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിലെ നിരവധി നാട്ടുരാജ്യങ്ങളെ തൻ്റെ രാജ്യത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ പദ്ധതിയിട്ടു. ഇതിന്റെ ഭാഗമായിട്ടാണ് 1730 ആറ്റിങ്ങൽ രാജ്യത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തത്. പിന്നീടുള്ള നിരവധി യുദ്ധങ്ങൾ, അതിൽ കുറേയധികമുണ്ട്. ഒന്ന് കുളച്ചൽ യുദ്ധമുണ്ട്, പുറക്കാട് യുദ്ധങ്ങളുണ്ട്, നിരവധി ഉടമ്പടികളുണ്ട്. അങ്ങനെ നിരവധി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ വ്യാപ്തിയും വിസ്തീർണവും വളരെയധികം വർദ്ധിപ്പിച്ചു. അതായത് തെക്കൻ കേരളത്തിൽ വളർന്നു വരുന്ന ഏറ്റവും വലിയ പ്രബല ശക്തിയായി തന്നെ വളരുവാൻ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് സാധിക്കുന്നത്. അതേപോലെ രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നിരവധി യൂറോപ്യൻ ശക്തികളുണ്ട്. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഈ പറയുന്ന തിരുവിതാംകൂർ മേഖലകളിലൊക്കെ തന്നെ ശക്തമായിരുന്ന ഒരു യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരായിരുന്നു. ഈ ഡച്ചുകാരോട് കൃത്യമായ വിയോജിപ്പുള്ള ആള് തന്നെ ആയിരുന്നു നമ്മളുടെ മാർത്താണ്ഡവർമ്മ. എന്നാൽ ഡച്ചുകാർക്ക് തിരുവിതാംകൂറിനും അതിനോട് സമീപം അതിർത്തികളും അല്ലെങ്കിൽ പ്രത്യേകമായ അധികാരവുമുള്ള നിരവധി ചെറുകിട നാട്ടുരാജാക്കന്മാരോട് വലിയ രഹസ്യ ബന്ധങ്ങൾ ഡച്ചുകാർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം രഹസ്യ ധാരണകളെ കുറിച്ച് മുൻവിധി ഉണ്ടായിരുന്ന നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് ഈ തിരുവിതാംകൂർ മേഖലകളിൽ വളർന്നു വരുന്ന ഡച്ച് സ്വാധീനം ഇല്ലാതാക്കുന്നതിനൊരു സാഹചര്യം ഒരുങ്ങുന്നത് ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പിൽക്കാലത്ത് വരുന്ന ഇളയടത്ത് സ്വരൂപങ്ങളിൽ നിന്നാണ്. അതായത് 1736 ഈ സംഭവം നടക്കുന്നത്. 1736 ഇളയടത്ത് സ്വരൂപത്തിന്റെ ഭരണാധികാരി, അദ്ദേഹത്തെ മൂത്ത മൂപ്പന്മാര് എന്നാണ് വിളിക്കുന്നത്. ഈ മൂത്ത മൂപ്പൻ നാട് നീങ്ങിപ്പോയപ്പോ ഇളയടത്ത് സ്വരൂപത്തിന്റെ റാണി അധികാരത്തിൽ വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. എന്നാൽ രാജാവ് മരിച്ചു എന്ന കാരണത്താൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്ന നടപടികൾ സ്വീകരിച്ചു എന്ന വാർത്ത റാണി അറിഞ്ഞു. യുവാവായ യുദ്ധതൽപരനായ വലിയ വീരനായ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് റാണിക്ക് കൃത്യമായി ബോധ്യമുണ്ടായതുകൊണ്ട് റാണി ഈ പറയുന്ന ഇളയടത്ത് സ്വരൂപത്തിനും വടക്കു ഭാഗത്തായി ഉണ്ടായിരുന്ന തെക്കുംകൂർ ഭരണാധികാരിയുമായിട്ട് ഒരു സുരക്ഷിത താവളം ഉണ്ടാക്കുന്നു. തെക്കങ്കൂർ ഭരണാധികാരിയെ ചെന്ന് കണ്ട റാണി കൃത്യമായി കാര്യം പറഞ്ഞു, ഞങ്ങളുടെ ഇളയടത്ത് സ്വരൂപത്തെ ഏത് നിമിഷവും മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് കീഴ്പ്പെടുത്തും, എനിക്ക് അഭയം തരണമെന്ന് പറഞ്ഞു. തെക്കങ്കൂർ ഭരണാധികാരിയിൽ നിന്നുമാണ് ഈ ഡച്ചുകാര് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ വളർന്നു വരുന്ന പിടിച്ചടക്കൽ നയത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ ഡച്ചിന്റെ വാൻ ഇൻഹോഫ് എന്ന് പറയുന്ന ഒരു ഡച്ച് അഡ്മിനിസ്ട്രേറ്റർ ഈ സമയത്ത് മാർത്താണ്ഡവർമ്മയെ ചെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ പിടിച്ചടക്കൽ നയം ഏത് നിമിഷവും അവസാനിപ്പിച്ചില്ല എങ്കിൽ അതിന്റെ പ്രത്യാഘാതം മാർത്താണ്ഡവർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള വാർത്ത ഈ ഡച്ച് അഡ്മിനിസ്ട്രേറ്റർ മാർത്താണ്ഡവർമ്മയെ അറിയിച്ചു. പക്ഷേ വീരശൂര പരാക്രമിയായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ഡച്ച് ഭീഷണിയുടെ മുന്നിലൊന്നും മുട്ടുമടക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാർത്താണ്ഡവർമ്മ അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഡച്ചുകാരും തെക്കങ്കൂർ ഭരണാധികാരിയുടെയും ചേർന്നുകൊണ്ട് ഇളയടത്ത് സ്വരൂപത്തിലെ റാണിയെ ഇളയടത്ത് സ്വരൂപത്തിന്റെ ഭരണാധികാരിയായി ആ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. ഇത് മാർത്താണ്ഡവർമ്മ അറിഞ്ഞു. മാർത്താണ്ഡവർമ്മ വലിയൊരു യുദ്ധസന്നാഹം തന്നെ ഒരുക്കുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സേനയും അതേപോലെ തന്നെ ഇളയടത്ത് സ്വരൂപത്തിന്റെയും ഡച്ചിന്റെയും സംയുക്ത സേനയും 1741 വലിയ ഒരു യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ യുദ്ധവീര്യത്തിന് മുന്നിൽ ഈ സംയുക്ത സേനകളായ ഡച്ചിന്റെയും ഇളയടത്ത് സ്വരൂപത്തിന്റെയും സേനയ്ക്ക് പിൻവാങ്ങുകയല്ലാതെ യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയും വന്നു. അങ്ങനെ 1741 തിരുവിതാംകൂറിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഇളയടത്ത് സ്വരൂപം. എന്നാൽ ഇതിനെയൊക്കെ സഹായിക്കുന്നത് ഈ ഡച്ച് ഭരണകൂടമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ മാർത്താണ്ഡവർമ്മ പിന്നീട് രാജ്യ അതിർത്തിക്കുള്ളിൽ നിരവധി പ്രദേശങ്ങളിൽ വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഡച്ച് ഭരണാധികാരികളെ ആക്രമിക്കുന്നു, അതായത് ഡച്ച് നേതൃത്വത്തെ ആക്രമിക്കുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ വർദ്ധിച്ചു വരുന്ന ഈ അക്രമത്തിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഡച്ചുകാര് കുറച്ചും കൂടെ ശക്തമായ ഒരു ഡച്ച് സേനയെ സിലോണിൽ നിന്നും വിളിച്ചു വരുത്തി, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്നും വിളിച്ചു വരുത്തി. അങ്ങനെ സിലോണിൽ നിന്നും ഒരു പോഷക സേന തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പുറപ്പെട്ടു. ആ സേനയെ നയിച്ചിരുന്ന ഒരു ഡച്ച് ഉദ്യോഗസ്ഥനാണ് ഡിലനോയി എന്ന് പറയുന്നത്. അങ്ങനെ ഡിലനോയുടെ നേതൃത്വത്തിലുള്ള സൈന്യം
ഇന്നത്തെ കുളച്ചൽ എന്ന് പറയുന്നത്, അതായത് തിരുവിതാംകൂറിന്റെ ഭാഗമായ കുളച്ചൽ എന്ന പ്രദേശത്ത് വന്ന് ഇറങ്ങുന്നു. കൃത്യമായി മാർത്താണ്ഡവർമ്മ ഈ വിവരം അറിഞ്ഞു. അതായത് കുളച്ചൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സിലോണിൽ നിന്നും വലിയൊരു സംഘം ഡച്ചുകാര് വന്നിറങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത നമ്മളുടെ മാർത്താണ്ഡവർമ്മ അറിയുന്നു. അതായത് കുളച്ചലിൽ നിന്നും ഡച്ച് സേന എത്രയും വേഗം തന്നെ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ കൽക്കുളം കേന്ദ്രീകരിച്ച് എത്തുമെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ ഒരുക്കുകയും ഈ പറയുന്ന കുളച്ചലിൽ വെച്ച് ഡച്ച് സേനയുമായി ഏറ്റുമുട്ടി. ഡിലനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് സേന ഒരു വശം, ഇപ്പുറത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നയിക്കുന്ന തിരുവിതാംകൂർ സേനയും. പക്ഷേ ശക്തി അപ്പോഴും മാർത്താണ്ഡവർമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണ്. 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി കുളച്ചലിൽ വെച്ച് നടന്ന ഈ ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നതും. ഈ യുദ്ധത്തിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ വാൾമുനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുക മാത്രമേ ഡച്ച് സേനയ്ക്ക് സാധിച്ചുള്ളൂ. അതായത് ഏറ്റവും അവസാനം ഡിലനോയ് മുട്ടുകുത്തിയിരുന്ന് മാർത്താണ്ഡവർമ്മയോട് സമാധാനത്തിന് അപേക്ഷിച്ചു. ഈ യുദ്ധത്തിൽ നിരവധി ഡച്ചുകാർ മരണപ്പെടുന്നുണ്ട്. നിരവധി ഡച്ച് സൈനികരെ തിരുവിതാംകൂർ സേന പിടിച്ചെടുക്കുകയും തടവിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി തന്നെയായിരുന്നു ഈ ഡിലനോയ്. അങ്ങനെ തിരുവിതാംകൂറിന്റെ ജയിലറകളിൽ കഴിയുന്ന സമയത്താണ് ഡിലനോയോട് പാശ്ചാത്യ രീതിയിലുള്ള സൈനിക വിദ്യകളൊക്കെ എൻ്റെ സേനയ്ക്ക് കൂടി പറഞ്ഞു കൊടുക്കാമോ എന്ന് മാർത്താണ്ഡവർമ്മ ചോദിക്കുന്നത്. അങ്ങനെ ഡച്ചു മാതൃകയിലുള്ള സൈനിക വിദ്യകളൊക്കെ തിരുവിതാംകൂർ സേനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും ഈ ഡിലനോയി ആയിരുന്നു. അങ്ങനെ ഈ ഡിലനോയ്ക്ക് വലിയൊരു ആരാധന ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയോട് വരുന്നു. തിരുവിതാംകൂറിന്റെ സൈന്യത്തിന്റെ സൈന്യാധിപൻ എന്ന പദവിയിലേക്ക് ഉയർന്ന ഒരു ഡച്ച് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഡിലനോയ്. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് വലിയ കപ്പിത്താൻ എന്നാണ്. അതായത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഏതൊരർത്ഥത്തിലും ശരിയാണെന്ന് മനസ്സിലാക്കി തരുന്ന ചില വസ്തുതകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നത്. കഥകളേറെയുണ്ട് നമുക്കിനിയും പറയാനായിട്ട്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.